നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മുഴുവൻ ആളുകളും ജാഗ്രത പാലിക്കുക. 5ാമത്തെ തവണയാണ് നമ്മുടെ കേരളത്തിൽ നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത്. നിപ്പ വൈറസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക്, പ്രത്യേകിച്ച് വവ്വാലുകൾ, പന്നികൾ എന്നിവയിലൂടെ മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള ഒരുതരം വൈറസാണ് നിപ്പ. നിപ്പ വൈറസ് 1998-99 കാലഘട്ടങ്ങളിൽ മലേഷ്യൻ ഗ്രാമമായ നിപ്പ എന്ന സ്ഥലത്ത് നിന്നാണ് ആദ്യമായി ഇത് തിരിച്ചറിഞ്ഞത്. നിപ്പ വൈറസ് ഒരാളുടെ ശരീരത്തിൽ പ്രവേശിച്ചതിന് ശേഷം 4 ദിവസം മുതൽ 14 ദിവസം വരെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്ന കാലയളവ്. ഇത് ചിലപ്പോൾ 21 ദിവസം വരെയും ആകാമെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ്. അതുപോലെ ചുമ, വയറുവേദന, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ച മങ്ങുക തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം. നിപ്പ വൈറസ് ശ്വാസകോശത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായി രോഗം ബാധിക്കാതിരിക്കാൻ നാം മുൻകരുതലുകൾ എടുക്കണം. എല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും കഴുകുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. അതുപോലെ തന്നെ നിപ്പ സ്ഥിരീകരിച്ച രോഗിയുമായി ചുരുങ്ങിയത് 1 മീറ്ററെങ്കിലും അകലം പാലിക്കുക. ഇത്തരം വിഷയങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വൈറസിൽ നിന്നും അതിജയിക്കാം. ഭയപ്പെടാതെ എല്ലാവരും ജാഗ്രത പുലർത്തുക. ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മെയും കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ.